നമുക്ക് യോഗയുടെ ലോകത്തേക്ക് പ്രവേശിക്കാം. മന്ത്രം. സംഗച്ഛധ്വം സംവദധ്വം സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ ദേവാഭാഗം യഥാ പൂർവേ സംജ്ഞാനാനാ ഉപാസത്തെ സംജ്ഞാനാനാ ഉപാസത്തെ സംജ്ഞാനാനാ ഉപാസത്തെ സംജ്ഞാനാനാ ഉപാസത്തെ സംജ്ഞാനാനാ ഉപാസത്തെ സംജ്ഞാനാനാ ഉപാസത്തെ. മൈക്രോ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള യോഗ, സൂക്ഷ്മ വ്യായാമം അല്ലെങ്കിൽ അയവ് വരുത്തുന്ന രീതികൾ ഉപയോഗിച്ച് നമുക്ക് യോഗ സാധന ആരംഭിക്കാം. കഴുത്തിലെ ചലനങ്ങൾ. മുന്നോട്ടും പിന്നോട്ടും കഴുത്തു വളയ്ക്കൽ. മുന്നറിയിപ്പ്: ഗുരുതരമായ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഉണ്ടെങ്കിൽ ഈ രീതി ഒഴിവാക്കുക. അലേർട്ട് പോസ്ചർ സമസ്ഥിതിയോടെ ആരംഭിക്കുക. പാദങ്ങൾ 2-3 ഇഞ്ച് അകലത്തിൽ നിൽക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് നേരെ വയ്ക്കുക. ഇനി കൈകൾ ഇടുപ്പിൽ വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല സാവധാനം മുന്നോട്ട് നീക്കുക. താടി കൊണ്ട് നെഞ്ചിൽ സ്പർശിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്വസിക്കുമ്പോൾ തല മധ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം വിടുമ്പോൾ തല സുഖകരമായി പിന്നിലേക്ക് ചലിപ്പിക്കുക. തല മധ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇത് ഒരു റൗണ്ടാണ്. ഒരു റൗണ്ട് കൂടി ആവർത്തിക്കുക. വലതും ഇടതും കഴുത്തു വളയ്ക്കൽ. മുന്നറിയിപ്പ്: ഈ പരിശീലന സമയത്ത് അമിതമായി സമ്മർദ്ദം ചെലുത്തരുത്. ശ്വാസം പുറത്തുവിടുമ്പോൾ തല സാവധാനം വലത്തോട്ട് വളച്ച് തോൾ ഉയർത്താതെ തോളോട് കഴിയുന്നത്ര അടുപ്പിക്കുക. ഇടതുവശത്തെ സ്ട്രെച്ചിങ് അനുഭവിക്കുക. നിങ്ങൾ ശ്വസിക്കുമ്പോൾ തല മധ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം വിടുമ്പോൾ തല സാവധാനം ഇടതുവശത്തേക്ക് വളയ്ക്കുക. വലതുവശത്തെ സ്ട്രെച്ചിങ് അനുഭവിക്കുക. ശ്വാസമെടുത്ത് തല മധ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇത് ഒരു റൗണ്ടാണ്. ഒരു റൗണ്ട് കൂടി ആവർത്തിക്കുക. വലത് ഇടത് കഴുത്ത് തിരിക്കൽ. ശ്രദ്ധിക്കുക, കഴുത്ത് ഞെരുക്കരുത്. തല നിവർത്തിപ്പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ താടി തോളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തല വശത്തേക്ക് പതുക്കെ തിരിക്കുക. നിങ്ങൾ ശ്വസിക്കുമ്പോൾ തല മധ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം വിടുമ്പോൾ തല ഇടത്തേക്ക് പതുക്കെ തിരിക്കുക, അല്ലെങ്കിൽ വലതുവശത്ത് സ്ട്രെച്ചിങ് അനുഭവിക്കുക. ശ്വാസമെടുത്ത് തല മധ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇത് ഒരു റൗണ്ടാണ്. ഒരു റൗണ്ട് കൂടി ആവർത്തിക്കുക.
കഴുത്ത് ഭ്രമണം. മുന്നറിയിപ്പ്: കഴുത്തുവേദനയും സെർവിക്കൽ സ്പോണ്ടിലോസിസും ഉള്ളവർ ഇത് ശ്രദ്ധാപൂർവം ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് തല മുന്നോട്ട് വളച്ച് താടി കൊണ്ട് നെഞ്ചിൽ തൊടാൻ ശ്രമിക്കുക. സാവധാനം ശ്വാസമെടുക്കുക. വൃത്താകൃതിയിലുള്ള ചലനത്തിൽ തല ഘടികാര ദിശയിൽ തിരിക്കുക. താഴേക്ക് വരുമ്പോൾ ശ്വാസം വിടുക. ഇത് ഒരു റൗണ്ടാണ്. ഒരു റൗണ്ട് കൂടി ആവർത്തിക്കുക. ശേഷം തല എതിർ ഘടികാര ദിശയിൽ തിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. തിരികെ പോകുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരിക. ഇത് ഒരു റൗണ്ടാണ്. ഒരു റൗണ്ട് കൂടി ആവർത്തിക്കുക. ശ്വാസമെടുത്ത് തല മധ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം വിടുക. കൈകൾ താഴ്ത്തി കൊണ്ടുവരിക. വിശ്രമിക്കുക. തോളിന്റെ ചലനങ്ങൾ. തോളുകളുടെയും കൈകളുടെയും ചലനം. മുന്നറിയിപ്പ്: ഫ്രോസൺ ഷോൾഡർ ഉള്ള രോഗികൾ ഈ പരിശീലനം ശ്രദ്ധാപൂർവം ചെയ്യണം. അലേർട്ട് പോസ്ചർ സമസ്ഥിതിയോടെ ആരംഭിക്കുക. പാദങ്ങൾ 2-3 ഇഞ്ച് അകലത്തിൽ നിൽക്കുക. കൈകൾ വശങ്ങളിൽ വയ്ക്കുക. വിരലുകൾ ഒരുമിച്ച് വയ്ക്കുക. താഴേക്ക് ചൂണ്ടുക. ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ ഇരു കൈകളും വശങ്ങളിൽ നിന്ന് തലയ്ക്ക് മുകളിലേക്ക് നീക്കുക. കൈപ്പത്തികൾ പുറത്തേക്ക് അഭിമുഖീകരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് അവ താഴേക്ക് കൊണ്ടുവരിക. ഇത് ഒരു റൗണ്ടാണ്. ഒരു റൗണ്ട് കൂടി ആവർത്തിക്കുക. തോൾ ഭ്രമണം. നിവർന്നു നിൽക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇരു കൈകളും വശങ്ങളിലേക്ക് തോളിന്റെ ലെവലിൽ ഉയർത്തുക. കൈമുട്ടുകളിൽ കൈകൾ വച്ച് വിരലുകൾ ബന്ധപ്പെട്ട തോളിൽ വയ്ക്കുക. നെഞ്ചിനു മുന്നിൽ കൈമുട്ടുകൾ സ്പർശിക്കാൻ ശ്രമിക്കുക. തുടർന്ന് കൈമുട്ടുകളും തോളുകളും വൃത്താകൃതിയിൽ തിരിക്കുക. ഇത് ഒരു റൗണ്ടാണ്. ഒരു റൗണ്ട് കൂടി ആവർത്തിക്കുക. കൈകൾ ഉയർത്തിക്കൊണ്ട് ശ്വാസം എടുക്കുക. അവയെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിടുക. റിവേഴ്സ് രീതിയിൽ 2 തവണ ആവർത്തിക്കുക. കൈകൾ ഉയർത്തുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അവയെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിടുക. ഇനി ശ്വാസം എടുത്ത് കൈമുട്ടുകൾ വശങ്ങളിലേക്ക് നീട്ടുക. ശ്വാസം വിടുക. കൈകൾ താഴ്ത്തുക. വിശ്രമിക്കുക. ട്രങ്കിന്റെ ചലനം. ട്രങ്ക് തിരിക്കൽ. മുൻകരുതൽ: കശേരുക്കളിലെ വൈകല്യങ്ങളുടെ കാര്യത്തിൽ മാർഗനിർദ്ദേശപ്രകാരം ഇത് ചെയ്യുക. അലേർട്ട് പോസ്ചറിൽ നിന്ന് ആരംഭിക്കുക. കാലുകൾ ഏകദേശം 1 അടി അകലത്തിലാക്കി നിൽക്കുക. പരസ്പരം അഭിമുഖീകരിക്കുന്ന രീതിയിൽ നെഞ്ചിന്റെ തലത്തിലേക്ക് കൈകൾ ഉയർത്തുക. അവയെ സമാന്തരമായി വയ്ക്കുക. ശ്വാസം വിടുമ്പോൾ ഇടത് കൈപ്പത്തി വലത് തോളിനോട് ചേർന്ന് കിടക്കുന്ന തരത്തിൽ ശരീരം വലതുവശത്തേക്ക് തിരിക്കുക. ശ്വസിച്ചുകൊണ്ട് തിരികെ വരിക. ശ്വാസം വിടുമ്പോൾ ട്രങ്കും നട്ടെല്ലും ഇടതുവശത്തേക്ക് തിരിക്കുക. ശ്വസിച്ചുകൊണ്ട് തിരികെ വരിക. ഇത് ഒരു റൗണ്ടാണ്. ഒരു റൗണ്ട് കൂടി ആവർത്തിക്കുക. നിങ്ങൾ ശ്വാസം വിടുമ്പോൾ കൈകളും കാലുകളും സാവധാനം തിരികെ കൊണ്ടുവരിക. വിശ്രമിക്കുക. കാൽമുട്ടിന്റെ ചലനം. മുന്നറിയിപ്പ്: സന്ധിവാതം, പൊണ്ണത്തടി എന്നിവയുടെ കാര്യത്തിൽ ഈ പരിശീലനം ശ്രദ്ധാപൂർവം ചെയ്യുക. ഒരു അലേർട്ട് പോസ്ചറിൽ ആരംഭിക്കുക. തുടർന്ന് പാദങ്ങൾ 1 അടി അകലത്തിൽ വയ്ക്കുക. ശ്വാസമെടുക്കുക. കൈകൾ മുന്നിൽ നിന്ന് തോളിന്റെ ലെവൽ വരെ മുകളിലേക്ക് നീക്കുക. കൈപ്പത്തികൾ താഴേക്ക് അഭിമുഖീകരിക്കുക. ശ്വാസം വിടുക. കാൽമുട്ടുകൾ വളച്ച് നിങ്ങളുടെ ശരീരം പകുതി സ്ക്വാറ്റിംഗ് സ്ഥാനത്തേക്ക് താഴ്ത്തുക. അവസാന സ്ഥാനത്ത് 2 കൈകളും തുടകളും നിലത്തുനിന്ന് സമാന്തരമായി നിലകൊള്ളണം. ശ്വസിച്ചുകൊണ്ട് തിരികെ വരിക. ഇത് ഒരു റൗണ്ടാണ്. ഒരു റൗണ്ട് കൂടി ആവർത്തിക്കുക. ശ്വസിച്ചുകൊണ്ട് തിരികെ വരിക. ശ്വാസം വിടുമ്പോൾ കൈകൾ സാവധാനം മടക്കി പാദങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക. വിശ്രമിക്കുക. ഇനി നമുക്ക് യോഗാസനത്തിലേക്ക് കടക്കാം.
താടാസന, ഈന്തപ്പനയുടെ പോസ്ചർ. മുന്നറിയിപ്പ്: സന്ധിവാതം, വേരിക്കോസ് വെയിൻ അല്ലെങ്കിൽ വെർട്ടിഗോ എന്നിവയുടെ കാര്യത്തിൽ ഉപ്പൂറ്റി ഉയർത്തുന്നത് ഒഴിവാക്കുക. അലേർട്ട് പോസ്ചർ: പാദങ്ങൾ 2-3 ഇഞ്ച് അകലത്തിൽ നിൽക്കുക. കൈകൾ വശങ്ങളിൽ വയ്ക്കുക. ശ്വാസമെടുക്കുക. കൈകൾ മുൻവശത്തേക്ക് തോളിന്റെ ലെവൽ വരെ ഉയർത്തുക. വിരലുകൾ പരസ്പരം ബന്ധിക്കുക. ശ്വാസം വിടുക. കൈപ്പത്തുകൾ പുറത്തേക്ക് തിരിക്കുക. ഇനി ശ്വാസമെടുത്ത് നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ കൈകൾ നീട്ടുക. ഉപ്പൂറ്റി തറയിൽ നിന്ന് ഉയർത്തുക. കാൽവിരലുകളിൽ ബാലൻസ് ചെയ്യുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ഉപ്പൂറ്റി താഴേക്ക് കൊണ്ടുവരിക. വിരലുകളുടെ ഇന്റർലോക്ക് അഴിക്കുക. ശ്വാസം വിടുക. കൈകൾ വശങ്ങളിലൂടെ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആരംഭസ്ഥാനത്തേക്ക് തിരികെ വരിക. പാദഹസ്താസനം അല്ലെങ്കിൽ കൈകൾ മുതൽ പാദങ്ങൾ വരെയുള്ള ആസനം. മുൻകരുതൽ: ഹൃദയം, നട്ടെല്ല്, ഗ്ലൂക്കോമ എന്നിവയുടെ കാര്യത്തിൽ ഈ രീതി ഒഴിവാക്കുക. പാദങ്ങൾ 2 ഇഞ്ച് അകലത്തിൽ നിൽക്കുന്ന സ്ഥാനം സങ്കല്പിക്കുക. സാവധാനം ശ്വാസമെടുക്കുക. കൈകൾ മുന്നിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുക. ഇടുപ്പിൽ നിന്ന് ശരീരം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. 2 കൈപ്പത്തികളും നിലത്ത് വിശ്രമിക്കുന്നതുവരെ ശ്വാസം വിട്ടുകൊണ്ട് ഇടുപ്പ് ജോയിന്റിന്റെ തലത്തിൽ മുന്നോട്ട് വളയുക. കഴിയുന്നത്ര നേരെയാക്കാൻ ശ്രമിച്ചുകൊണ്ട് പിൻഭാഗം സ്ട്രെച്ച് ചെയ്യുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുത്ത് നിവർന്നു നിൽക്കുന്ന നിലയിലേക്ക് വരിക. അതേസമയം കൈകൾ തലയ്ക്ക് മുകളിൽ നീട്ടുക. സാവധാനം ശ്വാസം വിടുക. കൈകൾ താഴ്ത്തുക. ആരംഭസ്ഥാനത്തേക്ക് മടങ്ങുക. വിശ്രമിക്കുക. അർദ്ധചക്രാസനം അല്ലെങ്കിൽ അർദ്ധചക്ര പോസ്ചർ. മുന്നറിയിപ്പ്: വെർട്ടിഗോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആസനം ഒഴിവാക്കുക. പാദങ്ങൾ 2 ഇഞ്ച് അകലത്തിൽ നിൽക്കുക. വിരലുകൾ കൊണ്ട് അരയുടെ വശങ്ങളിൽ പിൻഭാഗത്തെ പിന്തുണയ്ക്കുക. കൈമുട്ടുകൾ പരസ്പരം സമാന്തരമായി നിലനിർത്താൻ ശ്രമിക്കുക. ശ്വാസമെടുക്കുക. കഴുത്തിന്റെ മുൻവശം നീട്ടുമ്പോൾ തല പിന്നിലേക്ക് താഴ്ത്തുക. നിങ്ങൾ ശ്വാസം വിടുമ്പോൾ അരക്കെട്ടിൽ നിന്ന് പിന്നിലേക്ക് വളയുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് പതുക്കെ മുകളിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് ആരംഭസ്ഥാനത്തേക്ക് മടങ്ങുക. വിശ്രമിക്കുക. ത്രികോണാസനം. മുൻകരുതൽ: സ്ലിപ്പ് ഡിസ്ക്, സയാറ്റിക്ക അല്ലെങ്കിൽ വയറിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ രീതി ഒഴിവാക്കുക. അലേർട്ട് പോസ്ചറിൽ കാലുകൾ 3 അടി അകലത്തിൽ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് 2 കൈകളും വശങ്ങളിൽ നിന്ന് തോളിന്റെ തലത്തിലേക്ക് ഉയർത്തുക. കൈപ്പത്തികൾ പുറത്തേക്ക് അഭിമുഖീകരിക്കുക. വലതുകാൽ വലതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം വലതുവശത്തേക്ക് വളച്ച് വലതു കൈ വലതുകാലിന് തൊട്ടു പിന്നിൽ വയ്ക്കുക. നിങ്ങളുടെ തല തിരിച്ച് ഇടത് നടുവിരലിന്റെ അറ്റത്തേക്ക് നോക്കുക. ഇടത് ഭുജം വലത് കൈക്കൊപ്പം വരിയിൽ നേരെയാണ്. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. സാവധാനം ശ്വാസമെടുത്ത് മുകളിലേക്ക് വന്ന് വലതുകാൽ പിന്നിലേക്ക് കൊണ്ടുവരിക. മറുവശവും ആവർത്തിക്കുക. ഇടതുകാൽ ഇടതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം വശത്തേക്ക് വളച്ച് ഇടതുകൈ ഇടതുകാലിന് തൊട്ടു പിന്നിൽ വയ്ക്കുക. നിങ്ങളുടെ തല തിരിച്ച് വലത് നടുവിരലിന്റെ അറ്റത്ത് നോക്കുക. വലത് ഭുജം ഇടത് ഭുജവുമായി നേർരേഖയിലാണ്. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വാസമെടുക്കുക. സാവധാനം മുകളിലേക്ക് വരിക. ഇടതുകാൽ പിന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിടുക.
കൈകൾ താഴെയും കാലുകൾ ഒരുമിച്ചും കൊണ്ടുവരിക. ആരംഭസ്ഥാനത്തേക്ക് വരിക. ഒപ്പം വിശ്രമിക്കുക. ഭദ്രാസനം, ദൃഢമായ പോസ്ചർ. മുന്നറിയിപ്പ്: കഠിനമായ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സയാറ്റിക്കയുടെ കാര്യത്തിൽ ഈ രീതി ഒഴിവാക്കുക. വിശ്രാമാസനയിൽ നിന്ന് ആരംഭിക്കുക. കൈകൾ കൊണ്ട് പിൻഭാഗത്തെ പിന്തുണയ്ക്കുക. നീണ്ട ഇരിക്കുന്ന പൊസിഷനിൽ ശരീരം റിലാക്സ്ഡ് ആയിരിക്കണം. മുന്നിലേക്ക് കാലുകൾ നീട്ടി നിവർന്ന് ഇരിക്കുക. കൈകൾ അരക്കെട്ടിന് അരികിൽ വയ്ക്കുക. കൈപ്പത്തികൾ തറയിൽ വിശ്രമിക്കുക. ഇതാണ് ദണ്ഡാസനം. ഇനി പാദങ്ങളുടെ ഉള്ളങ്കാൽ ഒരുമിച്ച് കൊണ്ടുവരിക. ശ്വാസം വിടുക. കൈകൾ കൊണ്ട് കാൽവിരലുകൾ മുറുകെ പിടിക്കുക. ശ്വസിക്കുക. നിങ്ങളുടെ ഉപ്പൂറ്റി പെരീനിയം മേഖലയോട് കഴിയുന്നത്ര അടുത്തു വയ്ക്കുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വാസം വിടുക. കൈകൾ വിടുക. കാലുകൾ മുൻവശത്തേക്ക് നീട്ടുക. കൈകൾ കൊണ്ട് പിൻഭാഗത്തെ പിന്തുണയ്ക്കുക. വിശ്രമിക്കുക. വജ്രാസനം, ഡയമണ്ട് പോസ്ചർ. മുന്നറിയിപ്പ്: കാൽമുട്ടുവേദനയോ കണങ്കാലിന് പരുക്കോ ഉള്ളവർ ഈ രീതി ഒഴിവാക്കണം. നീണ്ട സിറ്റിംഗ് പോസ്ചറിൽ നിന്ന് ആരംഭിക്കുക. നേരെ ഇരിക്കുക. കാൽ മുന്നിലേക്ക് നീട്ടി കൈപ്പത്തികൾ നിലത്തമർത്തി വിരലുകൾ മുന്നോട്ട് ചൂണ്ടിക്കൊണ്ട്. ഇത് ദണ്ഡാസനമാണ്. വലതുകാൽ മടക്കി വലത് നിതംബത്തിനടിയിൽ കാൽ വയ്ക്കുക. അതുപോലെ ഇടതുകാൽ മടക്കി ഇടത് നിതംബത്തിന് താഴെ വയ്ക്കുക. പെരുവിരലുകൾ പരസ്പരം സ്പർശിക്കുന്ന തരത്തിൽ 2 കാലുകളും വയ്ക്കുക. ഉപ്പൂറ്റിക്കും പാദങ്ങൾക്കും ഇടയിലുള്ള സ്ഥലത്താണ് നിതംബത്തിന്റെ സ്ഥാനം. നിങ്ങളുടെ കാൽമുട്ടുകളിലോ തുടയിലോ കൈകൾ വയ്ക്കുക. പിൻഭാഗം നേരെ വയ്ക്കുക. മുന്നിലേക്ക് നോക്കുക, അല്ലെങ്കിൽ കണ്ണുകൾ അടയ്ക്കുക. ശരീര അവബോധത്തോടെ 3 മുതൽ 5 ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ആരംഭസ്ഥാനത്തേക്ക് മടങ്ങുമ്പോൾ നിങ്ങളുടെ ഇടതുകാൽ പുറത്തെടുത്ത് നീട്ടുന്നതിന് വലതുവശത്തേക്ക് അല്പം വളയുക. അതുപോലെ നിങ്ങളുടെ വലതുകാൽ നീട്ടുക. ആരംഭസ്ഥാനത്തേക്ക് മടങ്ങുക. വിശ്രമിക്കുക. അർദ്ധ ഉഷ്ട്രാസനം, ഒട്ടകത്തിന്റെ പകുതി പോസ്ചർ. മുൻകരുതൽ: ഹെർണിയ, വയറിലെ മുറിവുകൾ, സന്ധിവാതം അല്ലെങ്കിൽ വെർട്ടിഗോ എന്നിവയുടെ കാര്യത്തിൽ ദയവായി ഈ ആസനം ചെയ്യുന്നത് ഒഴിവാക്കുക. നീണ്ട സിറ്റിംഗ് പോസ്ചറിൽ ആരംഭിക്കുക. മുന്നിലേക്ക് കാലുകൾ നീട്ടി നേരെ ഇരിക്കുക. ഒപ്പം വിരലുകൾ മുന്നോട്ട് നീട്ടിക്കൊണ്ട് നിലത്ത് വിശ്രമിക്കുന്ന കൈപ്പത്തികൾ. ഇത് ദണ്ഡാസനമാണ്. വലതുകാൽ മുട്ടിൽ മടക്കി വലത് നിതംബത്തിനടിയിൽ പാദം വയ്ക്കുക. അതുപോലെ ഇടതുകാൽ മടക്കി ഇടത് പാദം ഇടത് നിതംബത്തിന് താഴെ വയ്ക്കുക. കൈകൾ അതത് കാൽമുട്ടുകളിൽ വയ്ക്കുക. മുട്ടുകുത്തി നിൽക്കുക. വിരലുകൾ താഴേക്ക് ചൂണ്ടിക്കൊണ്ട് കൈകൾ നിങ്ങളുടെ പുറകിൽ വയ്ക്കുക. കൈമുട്ടുകൾ സമാന്തരമായി വയ്ക്കുക. ശ്വാസമെടുക്കുക. തല പിന്നിലേക്ക് വളച്ച് കഴുത്ത് നീട്ടുക. ശ്വാസം വിടുക. ട്രങ്ക് കഴിയുന്നത്ര പിന്നിലേക്ക് വളയ്ക്കുക. തുട നിലത്തിന് ലംബമായി വയ്ക്കുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വാസമെടുത്ത് മുട്ടുകുത്തിയ നിലയിലേക്ക് തിരികെ വരിക. ശ്വാസം വിടുക. വജ്രാസനത്തിൽ ഇരിക്കുക. നിങ്ങളുടെ ഇടതുകാൽ പുറത്തെടുക്കാൻ വലതുവശത്തേക്ക് അല്പം ചെരിഞ്ഞ് കാൽ നീട്ടുക. അതേപോലെ നിങ്ങളുടെ വലതുകാൽ നീട്ടി ആരംഭസ്ഥാനത്തേക്ക് മടങ്ങുക. വിശ്രമിക്കുക. ഉസ്ത്രാസനം, ഒട്ടകത്തിന്റെ പോസ്ചർ. മുന്നറിയിപ്പ്: ഹെർണിയ ബാധിച്ചവർ ഈ ആസനം ചെയ്യരുത്. ഒരു നീണ്ട സിറ്റിംഗ് പോസ്ചറിൽ നിന്ന് ആരംഭിക്കുക. മുന്നിലേക്ക് കാലുകൾ നീട്ടി കൈപ്പത്തികൾ നിലത്തമർത്തി വിരലുകൾ മുന്നോട്ട് ചൂണ്ടിക്കൊണ്ട് നേരെ ഇരിക്കുക. ഇത് ദണ്ഡാസനമാണ്.
വലതുകാൽ മുട്ടിൽ മടക്കി വലത് നിതംബത്തിനടിയിൽ പാദം വയ്ക്കുക. അതുപോലെ ഇടതുകാൽ മടക്കി ഇടത് പാദം ഇടത് നിതംബത്തിന് താഴെ വയ്ക്കുക. കൈകൾ ബന്ധപ്പെട്ട കാൽമുട്ടുകളിൽ വയ്ക്കുക. ഒപ്പം മുട്ടുകുത്തി നിൽക്കുക. ഇപ്പോൾ കാൽമുട്ടുകളും പാദങ്ങളും ഏതാനും ഇഞ്ച് അകലത്തിൽ കൊണ്ടുവരിക. ശ്വസിക്കുമ്പോൾ കഴുത്ത് കുലുക്കാതെ പിന്നിലേക്ക് വളയുക. ശ്വാസം വിടുക. വലത് കൈപ്പത്തി വലത് ഉപ്പൂറ്റിയിലും ഇടത് കൈപ്പത്തി ഇടത് ഉപ്പൂറ്റിയിലും വയ്ക്കുക. ശരീരത്തിന്റെ ഭാരം കൈകളും കാലുകളും തുല്യമായി പിന്തുണയ്ക്കണം. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വാസമെടുത്ത് മുട്ടുകുത്തിയ നിലയിലേക്ക് തിരികെ വരിക. ശ്വാസം വിടുക. വജ്രാസനത്തിൽ ഇരിക്കുക. ഇടതുകാൽ പുറത്തെടുത്ത് നീട്ടുന്നതിന് വലതുവശത്തേക്ക് അല്പം ചരിയുക. അതുപോലെ നിങ്ങളുടെ വലതുകാൽ നീട്ടി ആരംഭ സ്ഥാനത്തേക്ക് മടങ്ങുക. വിശ്രമിക്കുക. ശശകാസന, മുയൽ പോസ്ചർ. മുന്നറിയിപ്പ്: കാൽമുട്ടുകളുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ഈ ആസനം ഒഴിവാക്കുക. ഒരു നീണ്ട സിറ്റിംഗ് പോസ്ചറിൽ നിന്ന് ആരംഭിക്കുക. മുന്നിലേക്ക് കാലുകൾ നീട്ടി നേരെയിരിക്കുക. കൈപ്പത്തികൾ നിലത്ത് വിശ്രമിക്കുകയും വിരലുകൾ മുന്നോട്ട് ചൂണ്ടുകയും ചെയ്യണം. ഇത് ദണ്ഡാസനമാണ്. വലതുകാൽ മുട്ടിൽ മടക്കി വലത് നിതംബത്തിനടിയിൽ പാദം വയ്ക്കുക. അതുപോലെ ഇടതുകാൽ മടക്കി ഇടത് പാദം ഇടത് നിതംബത്തിന് താഴെ വയ്ക്കുക. കൈകൾ അതത് കാൽമുട്ടുകളിൽ വയ്ക്കുക. ശ്വാസമെടുക്കുക. 2 കാൽമുട്ടുകളും അകത്തി വയ്ക്കുക. കൈപ്പത്തികൾ കാൽമുട്ടുകൾക്കിടയിൽ വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞ് കൈകൾ നീട്ടി താടി നിലത്ത് വയ്ക്കുക. കൈകൾ സമാന്തരമായി വയ്ക്കുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വസിക്കുക. മുകളിലേക്ക് വരിക. കാൽമുട്ടുകൾ ഒരുമിച്ച് ചേർക്കുക. ഇടതുകാൽ പുറത്തെടുത്ത് നീട്ടുന്നതിന് വലതുവശത്തേക്ക് അല്പം ചരിയുക. അതുപോലെ നിങ്ങളുടെ വലതുകാൽ നീട്ടി ആരംഭ സ്ഥാനത്തേക്ക് മടങ്ങുക. വിശ്രമിക്കുക. ഉത്താന മണ്ഡൂകാസനം, നീട്ടിയ തവളയുടെ ഭാവം. ശ്രദ്ധിക്കുക. കാൽമുട്ടിലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള രോഗികൾ മുട്ടുകുത്തി നിൽക്കുന്നത് ഒഴിവാക്കണം. ഒരു നീണ്ട സിറ്റിംഗ് പോസ്ചറിൽ നിന്ന് ആരംഭിക്കുക. കാലുകൾ മുന്നിലേക്ക് നീട്ടി നിവർന്നിരിക്കുക. കൈപ്പത്തികൾ നിലത്ത് അമർത്തുക. വിരലുകൾ മുന്നോട്ട് ചൂണ്ടുക. ഇത് ദണ്ഡാസനമാണ്. വലതുകാൽ മുട്ടിൽ മടക്കി വലത് നിതംബത്തിനടിയിൽ പാദം വയ്ക്കുക. അതുപോലെ ഇടതുകാൽ മടക്കി ഇടത് പാദം ഇടത് നിതംബത്തിന് താഴെ വയ്ക്കുക. കൈകൾ അതത് കാൽമുട്ടുകളിൽ വയ്ക്കുക. കാൽമുട്ടുകൾ വീതിയിൽ അകത്തുക. ശ്വാസം എടുക്കുക. സാവധാനം കൈകൾ മുന്നിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിടുക. കൈമുട്ട് മടക്കി കൈപ്പത്തികൾ ഇതര തോളുകളിൽ വയ്ക്കുക. ഇടത് തോളിൽ വലത് കൈപ്പത്തിയും വലത് തോളിൽ ഇടത് കൈപ്പത്തിയും. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ഇനി ശ്വാസമെടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിടുക. കൈകൾ താഴേക്ക് കൊണ്ടുവരിക. കാൽമുട്ടുകൾ ഒരുമിച്ച് ചേർക്കുക. ഇടതുകാൽ പുറത്തെടുത്ത് നീട്ടുന്നതിന് വലതുവശത്തേക്ക് അല്പം ചരിയുക. അതുപോലെ വലതുകാൽ നീട്ടി ആരംഭ സ്ഥാനത്തേക്ക് മടങ്ങുക. വിശ്രമിക്കുക. വക്രാസനം, സീറ്റഡ് ട്വിസ്റ്റ് പോസ്ചർ. മുൻകരുതൽ: കഠിനമായ നടുവേദനയോ നട്ടെല്ല് തകരാറുകളോ ഉണ്ടെങ്കിൽ ഈ ആസനം ഒഴിവാക്കുക. നീണ്ട സിറ്റിംഗ് പോസ്ചറിൽ നിന്ന് ആരംഭിക്കുക. പുറകുവശം നിവർന്നും കാലുകൾ മുന്നിലേക്ക് നീട്ടിയും ഇരിക്കുക. വലതുകാൽ വളച്ച് വലതുകാൽ ഇടത് കാൽമുട്ടിനോട് ചേർന്ന് വയ്ക്കുക. വലത് കൈപ്പത്തി ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. ഇടത് കൈ വലത് കാൽമുട്ടിന് ചുറ്റും കൊണ്ടുവന്ന് കൈപ്പത്തി വലത് കാലിൻ്റെ അരികിൽ വയ്ക്കുക. ശ്വസിക്കുക. പുറകുവശം സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ശരീരവും തലയും വലത്തോട്ട് തിരിക്കുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക.
ശ്വാസമെടുത്ത് തിരികെ വരിക. നമ്മൾ ഇനി ഇടതുവശത്തും ഇതുതന്നെ ആവർത്തിക്കും. ഇടതുകാൽ വളച്ച് ഇടതുപാദം വലത് കാൽമുട്ടിനോട് ചേർത്ത് വയ്ക്കുക. ഇടത് കൈപ്പത്തി ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. വലതു കൈ ഇടത് കാൽമുട്ടിന് ചുറ്റും കൊണ്ടുവന്ന് കൈപ്പത്തി ഇടത് കാലിന് സമീപം വയ്ക്കുക. ശ്വസിക്കുക. പുറകുവശം സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിടുക. തലയും ശരീരവും ഇടതുവശത്തേക്ക് തിരിക്കുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വാസമെടുത്ത് ആരംഭ സ്ഥാനത്തേക്ക് തിരികെ വരിക. വിശ്രമിക്കുക. പ്രോൺ പോസ്ചറുകൾ. മകരാസനം, മുതലയുടെ പോസ്ചർ. മുന്നറിയിപ്പ്: ഗർഭാവസ്ഥയിലും ഫ്രോസൺ ഷോൾഡറിന്റെ അവസ്ഥയിലും ഈ രീതി ഒഴിവാക്കുക. വജ്രാസനത്തിൽ ആരംഭിക്കുക. പാദങ്ങൾ കൂട്ടിയോജിപ്പിച്ച് പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സാവധാനം കമഴ്ന്നു കിടക്കുക. താടി നിലത്ത് വയ്ക്കുക. നിങ്ങളുടെ കൈകൾ മുന്നോട്ട് നീട്ടുക. കാൽവിരലുകൾ വശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പാദങ്ങൾ അകലത്തിൽ തുറക്കുക. കൈമുട്ടുകൾ വളച്ച് താടി കൈകളിൽ അമർത്തുക. തല ഉയർത്തി ഇടതോട്ട് തിരിച്ച് കൈകളിൽ കവിൾ വയ്ക്കുക. കണ്ണുകൾ അടച്ച് ശരീരം മുഴുവൻ വിശ്രമിക്കാൻ അനുവദിക്കുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശരീരത്തെക്കുറിച്ചും ശ്വസനത്തെക്കുറിച്ചും ബോധവാനായിരിക്കുക. ഭുജംഗാസനം, നാഗാസനം. മുന്നറിയിപ്പ്: ഹെർണിയ അല്ലെങ്കിൽ വയറ്റിലെ അൾസർ ഉള്ളവർ ഈ ആസനം പരിശീലിക്കരുത്. മകരാസനം കൊണ്ട് ആരംഭിക്കുക. ഇനി കാലുകൾ കൂട്ടി യോജിപ്പിച്ച് കൈകൾ മുന്നോട്ട് നീട്ടി താടി നിലത്ത് വയ്ക്കുക. ഇനി നിങ്ങളുടെ കൈപ്പത്തികൾ നെഞ്ചിന്റെ അരികിലും കൈമുട്ടുകൾ ശരീരത്തോട് ചേർത്തും വയ്ക്കുക. സാവധാനം ശ്വാസമെടുത്ത് തലയും നെഞ്ചും നട്ടെല്ല് പേശികളുടെ സഹായത്തോടെ പൊക്കിൾ മേഖലയിലേക്ക് ഉയർത്തുക. കൈമുട്ടുകൾ സമാന്തരമായി വയ്ക്കുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വാസം വിടുക. തല താഴ്ത്തി താടി നിലത്ത് വയ്ക്കുക. മകരാസനത്തിൽ വിശ്രമിക്കുക. ശലഭാസനം, വെട്ടുക്കിളി പോസ്ചർ. മുൻകരുതൽ: കഠിനമായ നടുവേദന, പെപ്റ്റിക് അൾസർ, ഹെർണിയ അല്ലെങ്കിൽ കാർഡിയാക് ഉള്ള രോഗികൾ ഈ ആസനം ഒഴിവാക്കണം. മകരാസനം കൊണ്ട് ആരംഭിക്കുക. ഇനി കാലുകൾ കൂട്ടിച്ചേർത്ത് 2 കൈകളും ശരീരത്തോട് ചേർത്ത് കൈപ്പത്തികൾ താഴേക്ക് അഭിമുഖമായി വയ്ക്കുക. ശ്വാസമെടുത്ത് കാൽമുട്ടുകൾ വളയ്ക്കാതെ 2 കാലുകളും തറയിൽ നിന്ന് ഉയർത്തുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ തറയിലേക്ക് താഴ്ത്തുക. മകരാസനത്തിൽ വിശ്രമിക്കുക. സുപൈൻ പോസ്ചറുകൾ. സേതുബന്ധാസന, ബ്രിഡ്ജ് പോസ്ചർ. മുന്നറിയിപ്പ്: നിങ്ങൾക്ക് വയറ്റിലെ അൾസർ അല്ലെങ്കിൽ ഹെർണിയ ഉണ്ടെങ്കിൽ ഈ ആസനം പരിശീലിക്കുന്നത് ശുപാർശ ചെയ്യുന്നില്ല. നിലത്ത് കിടക്കുക. നിങ്ങളുടെ കാലുകൾ സുഖകരമായി നീട്ടി കൈപ്പത്തികൾ താഴേക്ക് അഭിമുഖമായി വയ്ക്കുക. കാൽമുട്ടുകൾ രണ്ടും വളച്ച് ഉപ്പൂറ്റി നിതംബത്തിന് സമീപം കൊണ്ടുവരിക. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് 2 കണങ്കാലുകളും പിടിക്കുക. ശ്വസിക്കുക. നിങ്ങളുടെ നിതംബവും ട്രങ്കും സാവധാനം ഉയർത്തി ഒരു പാലമുണ്ടാക്കുക. ഒപ്പം ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വാസം വിടുക. സാവധാനം നിങ്ങളുടെ ഇടുപ്പ് താഴേക്ക് കൊണ്ടുവരികയും കാലുകൾ സുപൈൻ പൊസിഷനിൽ നേരെയാക്കുകയും ചെയ്യുക. വിശ്രമിക്കുക. ഉത്ഥാന പാദാസനം, ഉയർത്തിയ കാലിന്റെ ആസനം.
മുന്നറിയിപ്പ്: രക്താതിമർദ്ദമുള്ള വ്യക്തികൾ കാലുകൾ മാറി മാറി ഇത് പരിശീലിക്കണം. കാലുകൾ നീട്ടി നിലത്ത് സുഖമായി കിടക്കുക. കൈകൾ വശങ്ങളിലായി, കൈപ്പത്തി താഴേക്ക് അഭിമുഖമായി വയ്ക്കുക. ശ്വസിക്കുമ്പോൾ കാൽവിരലുകളുടെ അറ്റം കാണുന്നതുവരെ കാൽമുട്ട് വളയ്ക്കാതെ 2 കാലുകളും പതുക്കെ ഉയർത്തുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് 2 കാലുകളും താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ടവ നിലത്ത് വയ്ക്കുക. വിശ്രമിക്കുക. അർദ്ധഹലാസന, പകുതി കലപ്പയുടെ ആസനം. മുൻകരുതൽ: അടിവയറ്റിലെ പരിക്കുകൾ, ഹെർണിയ അല്ലെങ്കിൽ ലംബോസാക്രൽ വേദന എന്നിവ ഉണ്ടെങ്കിൽ ഈ രീതി ഒഴിവാക്കുക. കാലുകൾ നീട്ടി നിലത്ത് സുഖമായി കിടക്കുക. കൈകൾ വശങ്ങളിലായി വയ്ക്കുകയും കൈപ്പത്തികൾ താഴേക്ക് അഭിമുഖീകരിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് കാൽമുട്ട് വളയാതെ 2 കാലുകളും സാവധാനം ഉയർത്തി ലംബമായി നിലത്തേക്ക് കൊണ്ടുവരിക. ഇടുപ്പ് മുതൽ തോളിൽ വരെ ശരീരം നിവർന്നിരിക്കണം. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വാസം വിടുക. തല ഉയർത്താതെ കാലുകൾ സാവധാനം നിലത്തേക്ക് കൊണ്ടുവരിക. വിശ്രമിക്കുക. പവനമുക്താസനം, കാറ്റ് സ്വതന്ത്രമാക്കുന്ന ആസനം. മുന്നറിയിപ്പ്: വയറിന് പരിക്കുകൾ, ഹെർണിയ, സയാറ്റിക്ക അല്ലെങ്കിൽ കഠിനമായ നടുവേദന എന്നിവ ഉണ്ടെങ്കിൽ ഈ രീതി ഒഴിവാക്കുക. കാലുകൾ നീട്ടി നിലത്ത് സുഖമായി കിടക്കുക. കൈകൾ വശങ്ങളിലായി, കൈപ്പത്തികൾ താഴേക്ക് അഭിമുഖമായി വയ്ക്കുക. 2 കാൽമുട്ടുകളും വളയ്ക്കുക. ശ്വാസം വിടുക. മുട്ടുകൾ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. ശ്വാസമെടുക്കുക. വിരലുകൾ പരസ്പരം ബന്ധിക്കുക. കാൽമുട്ടുകൾക്ക് താഴെയായി കണങ്കാലിൽ പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താടിയോ മൂക്കോ കാൽമുട്ടിൽ തൊടുന്നതുവരെ തല ഉയർത്തുക. ശരീരബോധത്തോടെ 3 മുതൽ 5 വരെ ശ്വാസോച്ഛ്വാസത്തിൽ അവസാന സ്ഥാനം നിലനിർത്തുക. ശ്വാസമെടുക്കുക. തല വീണ്ടും നിലത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം വിടുക. കാലുകൾ തിരികെ തറയിലേക്ക് കൊണ്ടുവരിക. മലർന്നു കിടക്കുക. വിശ്രമിക്കുക. ശവാസനം, ശവത്തിന്റെ പോസ്ചർ. നിലത്ത് കിടക്കുക. കാൽവിരലുകൾ വശങ്ങളിലേക്ക് ചൂണ്ടുകയും കൈപ്പത്തികൾ മുകളിലേക്ക് അഭിമുഖീകരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ബോധപൂർവം ശരീരം മുഴുവൻ റിലാക്സ് ചെയ്യുക. ശ്വസനത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെപ്പറ്റി ബോധവാന്മാരാകുക. ഇത് മന്ദഗതിയിലാകും. നിങ്ങൾക്ക് ഉന്മേഷവും വിശ്രമവും അനുഭവപ്പെടുന്നതുവരെ ഈ സ്ഥാനത്ത് തുടരുക. തിരികെ വരുമ്പോൾ നിങ്ങളുടെ കൈ പതുക്കെ തലയ്ക്ക് മുകളിലൂടെ നീട്ടുകയും പാദങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുക. പിന്നീട് വലത്തോട്ടോ ഇടത്തോട്ടോ വശം തിരിഞ്ഞ് കൈകളുടെ പിന്തുണയോടെ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് മടങ്ങുക. കപാലഭാതി. മുൻകരുതൽ: ഹൃദയ സംബന്ധമായ അവസ്ഥകൾ, അപസ്മാരം, ഹെർണിയ, ആമാശയത്തിലെ അൾസർ അല്ലെങ്കിൽ ആർത്തവ ചക്രം എന്നിവയിൽ ഈ രീതി ഒഴിവാക്കുക. സുഖപ്രദമായ ഏതെങ്കിലും പൊസിഷനിൽ ഇരിക്കുക. കണ്ണടച്ച് നട്ടെല്ലും തലയും നേരെ വയ്ക്കുക. ജ്ഞാനമുദ്രയിൽ കൈകൾ കാൽമുട്ടിൽ വയ്ക്കുക. പെൽവിക് ഏരിയയിൽ പൂർണ്ണതയും നെഞ്ചിന്റെ വികാസവും അനുഭവപ്പെടുന്നതുവരെ 2 നാസാരന്ധ്രങ്ങളിലൂടെയും ആഴത്തിൽ ശ്വസിക്കുക. അടിവയറ്റിലെ പേശികളുടെ ശക്തമായ സങ്കോചങ്ങളോടെ ശ്വാസം പുറന്തള്ളുക. അങ്ങനെ ശ്വസനം പാസീവ് ആകട്ടെ. നമുക്ക് 20 സ്ട്രോക്കുകളോടെ കപാലഭാതിയുടെ ആദ്യ റൗണ്ട് ആരംഭിക്കാം.
ആഴത്തിൽ ശ്വാസം വിട്ടുകൊണ്ട് വിശ്രമിക്കുക. ഇത് കപാലഭാതിയുടെ ഒരു റൗണ്ടാണ്. 20 സ്ട്രോക്കുകൾ വീതമുള്ള 2 റൗണ്ടുകൾ കൂടി ആവർത്തിക്കുക. നാഡീശോധന പ്രാണായാമം. ഇതര നാസാരന്ധ്ര ശ്വസനം. സുഖപ്രദമായ ഏതെങ്കിലും ഭാവത്തിൽ ഇരുന്നു കൊണ്ട് ആരംഭിക്കുക. ശ്വാസം സാവധാനത്തിലും സ്ഥിരതയിലും നിയന്ത്രണത്തിലും ആയിരിക്കണം. കണ്ണടച്ച് നട്ടെല്ലും തലയും നേരെ വയ്ക്കുക. കുറച്ച് ആഴത്തിലുള്ള ശ്വാസം കൊണ്ട് ശരീരം റിലാക്സ് ചെയ്യുക. ജ്ഞാനമുദ്രയിൽ ഇടത് കൈപ്പത്തി ഇടത് കാൽമുട്ടിൽ വയ്ക്കുക. വലത് കൈ പ്രാണായാമ മുദ്രയിലായിരിക്കണം. നടുവിരലും ചൂണ്ടുവിരലുകളും ഇതുപോലെ മടക്കി വയ്ക്കുക. വലതു തള്ളവിരൽ കൊണ്ട് വലത് നാസാരന്ധ്രം അടച്ച് പൂർണ്ണമായും ശ്വാസം വിടുക. ഇനി ഇടതു മൂക്കിലൂടെ ശ്വാസം എടുക്കുക. നിങ്ങളുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന വായുവിന്റെ സ്പർശനം പ്രാണനായി തിരിച്ചറിയുക. തുടർന്ന് വലത് കൈയുടെ മോതിരവിരലും ചെറുവിരലും ഉപയോഗിച്ച് ഇടത് നാസാരന്ധ്രം അടച്ച് വലത് നാസാരന്ധ്രത്തിലൂടെ ശ്വാസം വിടുക. ഇനി വലത് നാസാരന്ധ്രത്തിലൂടെ ശ്വസിക്കുക. തള്ളവിരൽ കൊണ്ട് വലത് നാസാദ്വാരം അടച്ച് ഇടത് നാസാരന്ധ്രത്തിലൂടെ ശ്വാസം വിടുക. ഇത് നാഡീശോധന പ്രാണായാമത്തിന്റെ ഒരു റൗണ്ടാണ്. 4 റൗണ്ടുകൾ കൂടി ഇത് ആവർത്തിക്കുക. ശീതളി പ്രാണായാമം. മുന്നറിയിപ്പ്: ചുമ, ജലദോഷം അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് ഉള്ളവർ ഈ പ്രാണായാമം പരിശീലിക്കുന്നത് ഒഴിവാക്കണം. സുഖപ്രദമായ ഏതെങ്കിലും ഭാവത്തിലിരിക്കുക. കണ്ണടച്ച് നട്ടെല്ലും തലയും നേരെ വയ്ക്കുക. ജ്ഞാനമുദ്രയിൽ കൈകൾ മുട്ടിൽ വയ്ക്കുക. നാവ് ചുരുട്ടി കുഴലിന്റെ രൂപത്തിലാക്കുക. നാവിലൂടെ പരമാവധി വായു ശ്വസിക്കുക. നാവ് വായ്ക്കുള്ളിലേക്ക് എടുത്ത് വായ അടയ്ക്കുക. എന്നിട്ട് സാവധാനം മൂക്കിലൂടെ ശ്വാസം വിടുക. ഇത് ശീതളി പ്രാണായാമത്തിന്റെ ഒരു റൗണ്ടാണ്. ഇത് 4 റൗണ്ട് ആവർത്തിക്കുക. ഭ്രാമരി പ്രാണായാമം. സുഖപ്രദമായ ഏതെങ്കിലും ഭാവത്തിൽ ഇരിക്കുക. കണ്ണടച്ച് നട്ടെല്ലും തലയും നേരെ വയ്ക്കുക. ജ്ഞാനമുദ്രയിൽ കൈകൾ മുട്ടിന്മേൽ വയ്ക്കുക. മൂക്കിലൂടെ ആഴത്തിൽ ശ്വസിക്കുക. സാവധാനം ശ്വാസം വിടുക. ആഴത്തിലുള്ള ഹമ്മിങ് ശബ്ദമുണ്ടാക്കുക. ഒരു റൗണ്ട് കൂടി ആവർത്തിക്കുക. ഷൺമുഖി മുദ്ര ഉപയോഗിച്ച് ഭ്രാമരി പ്രാണായാമം പരിശീലിക്കുക. നിങ്ങളുടെ ചൂണ്ടുവിരലുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ നടുവിരൽ നിങ്ങളുടെ മൂക്കിനോട് ചേർന്ന് പൂർണ്ണമായി മറയ്ക്കാതെ വയ്ക്കുക. നിങ്ങളുടെ മോതിരവിരൽ നിങ്ങളുടെ മേൽചുണ്ടിലും നിങ്ങളുടെ പിങ്ക് വിരൽ നിങ്ങളുടെ കീഴ്ചുണ്ടിലും വയ്ക്കുക. അവസാനമായി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ തള്ളവിരൽ ചെവിയിൽ വയ്ക്കുക. മൂക്കിലൂടെ ആഴത്തിൽ ശ്വസിക്കുക. സാവധാനം ശ്വാസം വിടുക. ആഴത്തിലുള്ള ഹമ്മിങ് ശബ്ദം ഉണ്ടാക്കുക. ഒരു റൗണ്ട് കൂടി ആവർത്തിക്കുക. ധ്യാനം. സുഖപ്രദമായ ഏതെങ്കിലും പൊസിഷനിൽ ഇരിക്കുക. ജ്ഞാനമുദ്രയിൽ കൈകൾ കാൽമുട്ടിൽ വയ്ക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഇനി ധ്യാനമുദ്ര സ്വീകരിച്ച് ചെറുതായി മുഖമുയർത്തി ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല. പുരികങ്ങൾക്കിടയിൽ മിതമായ ഫോക്കസ് നിലനിർത്തുകയും നിങ്ങളുടെ ശ്വാസത്തെക്കുറിച്ച് ബോധവാനായിരിക്കുകയും ചെയ്യുക. അവ സ്വതന്ത്രമായി ഒഴുകട്ടെ. ഒഴുക്ക് നിരീക്ഷിക്കുക. സാധ്യമെങ്കിൽ ചിന്തകൾ അലിഞ്ഞു പോകട്ടെ.
ഇനി നമുക്ക് പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണ്. എല്ലായ്പ്പോഴും ഒരു സന്തുലിത മാനസികാവസ്ഥ നിലനിർത്താൻ ഞാൻ സ്വയം പ്രതിജ്ഞാബദ്ധമാണ്. ഈ അവസ്ഥയിലാണ് എൻ്റെ വികസനം അതിൻ്റെ ഏറ്റവും വലിയ സാധ്യതയിൽ എത്തുന്നത്. സമാധാനം, ആരോഗ്യം, ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ ജോലിയോടും സമൂഹത്തോടും ലോകത്തോടുമുള്ള എൻ്റെ കടമകൾ നിറവേറ്റാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. എല്ലാവരുടെയും ക്ഷേമത്തിനും സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ള സാർവത്രിക പ്രാർത്ഥനയായ ശാന്തിപാതയോടെ യോഗാഭ്യാസം ഇപ്പോൾ അവസാനിക്കും. മന്ത്രം. सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामयाः, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्, मा कश्चित् दुःखभाग् भवेत्। ॐ शान्ति शान्ति शान्तिः।